നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 വർഷം ഏപ്രിൽ 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലെ ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി ഈ സമയത്ത് ഇവർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഈ കാര്യങ്ങളിൽ എന്തൊക്കെ നടപടികൾ എടുത്താൽ ഇവർക്ക് ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീക്കെന്നോ പുരുഷനെന്നോ പ്രത്യേകിച്ച് ഫലം പറയുന്നില്ല, പൊതുഫലമാണ്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു ആകുലതയുടെ സമയമാണ്. ഇനിയും അടുത്ത ഘട്ടം എന്ത് എന്നുള്ള ഒരു ചിന്തയൊക്കെ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഒരു സമയമാണ്. ഇതുവരെ ചെയ്ത് അല്ലെങ്കിൽ പഠനം ഒന്നും നിങ്ങൾക്ക് ആയില്ല, അല്ലെങ്കിൽ ഇതുപോലെ പോരായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. ആ ആകുലതകളുടെ കാര്യമില്ല. കാരണം കഴിഞ്ഞു പോയതാണ്. ഇനിയും വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പുതിയ അപേക്ഷകൾ അയക്കാനും അതൊക്കെ അയച്ചു കഴിഞ്ഞാൽ, ഈ സമയത്ത് അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇന്റർവ്യൂകളൊക്കെ ഉണ്ടെങ്കിൽ പോവുക. തൊഴിലൊരു മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ട്. തൊഴിലിൽ നല്ലതായിട്ടുള്ള ഒരു മാറ്റമാണ് വരുന്നത്. എന്നാൽ ചില അസാരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് പ്രത്യേകം കേട്ടിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കൊരു പരിധി വരെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താവുന്നതാണ്. മാതാവിന് അസുഖമൊക്കെ ഉള്ളവർക്ക് അതൊന്ന് മൂർച്ഛിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിലെ ചെറിയ പിരിമുറുക്കങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു അനൈക്യത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ വരുന്ന ഒരു സമയമാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ ശാന്തമായിട്ട് നിങ്ങൾ നോക്കി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അതിനൊരു പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ചില കടമകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ ആ കടമകൾ ലഭിക്കേണ്ട ആളുകളുടെയൊക്കെ ഒരു മനസ്സു നൊന്തുള്ള പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്കൊരു വിപരീത ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളെ അവര് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിങ്ങൾ നൽകാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടുമാറി നിൽക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഭവിക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തേണ്ടതാണ്. അവരുടെ കടാക്ഷത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവാം. അവരെയൊക്കെ നിങ്ങളിപ്പോൾ നിന്ദയോടുകൂടി ആയിരിക്കും നോക്കുന്നതും കാണുന്നതും ഒക്കെ. അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായാണ്. അവരാരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ പോകുന്നില്ല. പക്ഷെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു ശാപം പോലെ, ശാപമൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല, മറ്റുള്ള ആരുടെയോ ദുഃഖം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലി ഉള്ളവരൊക്കെ അല്ലെങ്കിൽ നല്ല തൊഴിലിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ജോലിയിലെ ചില കിംവദന്തികളൊക്കെ പരക്കുവാനും സ്ഥാനഭ്രംശം സംഭവിക്കുവാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് തിരുവാതിര നക്ഷത്രക്കാര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അത്ര നല്ല സമയമല്ല. നിങ്ങളെ താഴെ ഇറക്കുവാനായിട്ട് പല കളികളും പല ആളുകളും ചെയ്യുന്നതായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്കും കാലം അത്ര അനുകൂലമല്ല. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കുകയും ചില സമയങ്ങളിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാകും. അതുപോലെ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ ഏപ്രിൽ 1 മുതൽ 14 വരെ കടന്നു പോകാൻ പോകുന്നത്. ഒരു സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും, എന്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾക്ക് മേന്മയൊക്കെ തന്നെയാണ്. എന്നാൽ മാനസികപരമായിട്ടാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന, ജീവിതം ഒരു സ്വസ്ഥതയില്ലായ്മയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് കുടുംബത്തിലെ പ്രശ്നങ്ങളുമാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശാന്തമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. എടുത്തു ചാടി പ്രവർത്തിക്കരുത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത്, തിരുവാതിര നക്ഷത്രക്കാര്
ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ അവരുടെ ബീജമന്ത്രം 7 തവണയെങ്കിലും ജപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആർജിക്കുവാനും ഇതിൽ നിന്നൊരു ചെറിയ മോചനം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 2-ാം തീയതി പൗർണമി ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വ്രതം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള വ്രതമല്ല, മാനസികമായിട്ടുള്ള വ്രതമാണ്. ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലും ദൈവത്തിലും ഉറച്ചു വിശ്വസിച്ച് അന്നേ ദിവസം പോവുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുവാനോ നമ്മളുടെ കാര്യം ചിന്തിക്കുവാനോ പാടില്ല. ഈ മേൽപ്പറഞ്ഞ ഫലങ്ങൾ കേട്ട് തിരുവാതിര നക്ഷത്രക്കാര് വിഷമിക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. നിങ്ങൾക്ക് ഇതിനെല്ലാം ഒരു പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് സാവധാനം ചിന്തിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.